ചോറ് തിന്നാൻ പോവാ ഇന്ന്? ചോറ് തിന്നാൻ പോവാ? നമുക്കിന്ന് ചോറ് തിന്നാൻ പോവാ? ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുട്ടുമണി. ഇന്ന് എൻ്റെ ചോറ് കൊടുപ്പാവ് കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ ഉണ്ടാവണേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലെത്തി. ഇതെൻ്റെ അച്ഛാമ്മയും അപ്പൂപ്പനും ചേച്ചിമാരും ഒക്കെയാണ് കേട്ടോ. ചേച്ചിമാരും അമ്മയും എന്തൊക്കെയോ പറഞ്ഞ് തന്നെ ചിരിയും കളിയൊക്കെയാണ്. ഞാനാണെങ്കിൽ ഇന്ന് എനിക്ക് ചോറ് തരുന്നതിൻ്റെ ടെൻഷനില്ല. ചോറ് കൊടുപ്പിന് മുണ്ടാണല്ലോ പ്രധാനമായിട്ട് ഉടുക്കേണ്ടത്. അപ്പം എൻ്റെ അപ്പൂപ്പൻ എനിക്ക് മുണ്ട് ഉടുത്ത് തരുക കേട്ടോ. അങ്ങനെ ടെൻഷൻ കാരണം ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. കൂട്ടുകാരെ, ഞാൻ ഇന്ന് ചോറ് കഴിക്കാൻ പോവുക കേട്ടോ. എല്ലാവരും അനുഗ്രഹിക്കണേ എന്നെ. ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയത് കണ്ടോ. ഇനി പതുക്കെ ഇപ്പം ഞാൻ എഴുന്നേക്കും കേട്ടോ. ഇതിപ്പോൾ തുലാഭാര സമയത്ത് ഞാൻ എഴുന്നേക്കുന്നുണ്ട്. നിങ്ങളെല്ലാ വീഡിയോയും കാണണം. എൻ്റെ അവസാനം വരെയുള്ള വീഡിയോസൊക്കെ കാണണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് ക്ഷീണം വരുമ്പോൾ കിടന്ന് ഉറങ്ങുന്നേ ഉള്ളൂ. തിരുമേനി വന്നു കഴിഞ്ഞിട്ട് തീർത്തും തരുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് തീർത്ഥം തരുക. തിരുമേനി തീർത്ഥം തന്നപ്പോഴത്തേക്കിന് ഞാനങ്ങ് എഴുന്നേറ്റ് കേട്ടോ. പതുക്കെ അതെൻ്റെ അമ്മ എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ തൊട്ട് എനിക്ക് പൂവും ചന്ദനവും ഒക്കെ വെച്ച് തരുക. ഞാൻ ആദ്യമായിട്ടാണ് ചന്ദനം തൊടുന്നത്. ഇന്ന് എനിക്ക് അമ്പലത്തിലൊക്കെ കയറി തൊഴാൻ പറ്റും. അതിൻ്റെ സന്തോഷമാണ് എനിക്ക്. പക്ഷെ ഞാൻ പതുക്കെ അങ്ങ് ഉറങ്ങുന്നത് കണ്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഇപ്പം എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ചേച്ചിമാരും അച്ഛാമ്മയും എല്ലാവരും ഇപ്പം എനിക്ക് ചോറൊക്കെ തരും കേട്ടോ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. നിന്മടിമേലെ തല ചായ്ച്ചുറങ്ങാൻ, നിന്മടിമേലെ തല ചായ്ച്ചുറങ്ങാൻ കൊതിയുള്ളൊരുണ്ണീതാ ചാരേ. അങ്ങനെ എൻ്റെ ചോറ് കൊടുപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. ഇനി ഞാൻ ആദ്യമായിട്ട് അമ്പലം എല്ലാം തൊഴുക. ഞാനും എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും അമ്പലം തൊഴുക കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് തുലാഭാരമുണ്ട്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ എനിക്ക് വേണം കേട്ടോ. അങ്ങനെ അമ്പലത്തിലെല്ലാം ചുറ്റി തൊഴുതിട്ട് ഇനി തുലാഭാരത്തിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ നല്ല കുട്ടിയായിട്ട് തന്നെ തുലാഭാരത്തിന് ഉണർന്നാനിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് ചോറ് തരുന്നത് ഒരു ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ പേര് കാർത്തികേയപുരം ദേവീക്ഷേത്രം എന്നാണ്. രോഹിണി നാളിൽ മനസ്സിൻ്റെ കോവിൽ, രോഹിണി നാളിൽ മനസ്സിൻ്റെ കോവിൽ തുറന്നു വരുന്നമ്മ, എന്നിൽ തുളസിയണിഞ്ഞമ്മ. കൈ നിറയെ വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം. പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി, രസമോടെ നുണയുകയായി. പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി, രസമോടെ നുണയുകയായി. സ്നേഹവസന്തം കരളിൻ്റെ താരിൽ, സ്നേഹവസന്തം കരളിൻ്റെ താരിൽ എഴുതുകയാണമ്മ, എന്നെ തഴുകുകയാണമ്മ. കൈ നിറയെ
വെണ്ണ തരാം, കവിളിലൊരുമ്മ തരാം, കണ്ണൻ കവിളിലൊരുമ്മ തരാം.